പ്രിയമുള്ളവരെ, ലോകത്തെ പിടിച്ച് കുലുക്കും എന്ന് തോന്നുന്ന രീതിയിലുള്ള വമ്പൻ 3 ചോദ്യങ്ങൾ നമ്മുടെ കൂടത്തായിക്കാരൻ ഫൈസി ചോദിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ആമുഖം കൂടി കണ്ടപ്പോൾ ഇത് ആനത്തല പോലെയുള്ള ചോദ്യമാണ് എന്നും ഒക്കെ മനസ്സിലാക്കി. അത് കേട്ടു നോക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ സഫാഹത്ത്, ഷണ്ടത്വവും അദ്ദേഹത്തിൻ്റെ വിവരമില്ലായ്മയും എല്ലാം വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്നത്. അദ്ദേഹം ആ ചോദ്യത്തിനും ആ വിഷയത്തിനും ആ ഉന്നയിക്കുന്ന സംഭവത്തിനുമുള്ള ഗൗരവവും ഗാംഭീര്യതയും വിവരിക്കുന്നത് ഇത് ചോദ്യമാണ്, SK-ക്കാരുടെ ജാഥയിലാണ് ചോദിക്കുന്നത്, ഉത്തരവാദിത്തപ്പെട്ട വേദിയിലാണ് ചോദിക്കുന്നത്, റെക്കോർഡാണിത്, ലോകം ഇത് കാണുന്നുണ്ട്, അതുകൊണ്ട് ലോകത്ത് ആർക്കും തന്നെ മറുപടി പറയാൻ പറ്റാത്ത രീതിയിലുള്ള ആനത്തല പോലെയുള്ള ചോദ്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് എന്താണ് ചോദ്യമെന്നും എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് പോലും പഠിക്കാത്ത വലിയ നേതാവാണ് അവരുടെ പ്രസ്ഥാനത്തിൻ്റെ. അങ്ങനെ അദ്ദേഹം ഉന്നയിക്കുന്ന ആ ചോദ്യം കാണുമ്പോഴാണ് അത്ഭുതം തോന്നുക. ആ ചോദ്യം കേൾക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഈ പണിക്കല്ല പറ്റൽ. മുമ്പ് അദ്ദേഹം നേരത്തെ ഒരു പണി എടുത്തിരുന്നു. ഒരു കാറിൻ്റെ ഒക്കെ പരസ്യം അദ്ദേഹം നടത്തിയിരുന്നു. ആ ജോലി ആയിരിക്കും ഇങ്ങനെയുള്ള മറുപടി പറയുന്നതിനേക്കാളും മതപ്രവർത്തനം നടത്തുന്നതിനേക്കാളും നല്ലത് എന്ന് തോന്നിപ്പോയി. അപ്പം ഏതായാലും നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ കനപ്പെട്ടതും വളരെയധികം അർത്ഥഗർഭവുമായ ചോദ്യത്തിലേക്കും മറുപടിയിലേക്കും കടക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട വേദിയിലാണ്, SKSF-ന്റെ യാത്രയിലാണ്, ഇത് റെക്കോർഡാണ്, ലോകം കാണുന്നുണ്ട്. ഞാൻ 2 ചോദ്യം ചോദിക്കുന്നു. ഒന്ന്, പ്രധാനമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രജിസ്ട്രേഷൻ 1934 നവംബർ 12-ാം തീയതി 1-ാം നമ്പറായി രജിസ്റ്റർ ചെയ്ത സംഘടനയുടെ പിന്തുടർച്ചക്കാരാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുന്നവരോട്, അങ്ങനെയാണ് നിങ്ങൾ അവകാശപ്പെടുന്നതെങ്കിൽ നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു സംഘടന രൂപീകരിച്ചത്? അതേതാണ് സംഘടന? സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ. അത് രജിസ്റ്റർ ചെയ്ത് കോഴിക്കോട്ട് പ്രവർത്തിക്കുന്നു. 1990-ൽ 106-ാം നമ്പറായി രജിസ്റ്റർ ചെയ്ത സംഘടനയാണ് സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ. ഉള്ളാൾ തങ്ങൾ പ്രസിഡന്റും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായി കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയാണ് സമസ്ത എന്ന് അവർ അവകാശപ്പെട്ടുകൊണ്ട് 1990-ൽ 106-ാം നമ്പറായി കോഴിക്കോട്ട് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ ആരുടേതാണ്? ഈ ചോദ്യത്തിന് മറുപടി പറയണം. ആ സംഘടനയുടെ വാർഷികം ആരാണ് ആഘോഷിക്കുക? ആ സംഘടനയുടെ പിന്തുടർച്ചക്കാർ അതിൻ്റെ ഇന്നത്തെ പ്രസിഡന്റ് ആരാണ്? ആ സംഘടനയുടെ ഇന്നത്തെ സെക്രട്ടറി ആരാണ്? എന്തടിസ്ഥാനത്തിലാണ് എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ ചോദിച്ചത് 3ആയി തരംതിരിഞ്ഞു പോയി. ഏതായാലും ഒന്നാമത്തെ ചോദ്യം 1934 നവംബർ 12-ന് 1-ാം നമ്പറായി കോഴിക്കോട് രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടനയുടെ അവകാശികളാണ് നിങ്ങൾ എന്ന് നമുക്ക് ഉറപ്പുണ്ട് എങ്കിൽ, അവകാശവാദമുണ്ട് എങ്കിൽ, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് സുന്നി ജംഇയ്യത്തുൽ ഉലമ എന്ന ഒരു സംഘടന രൂപീകരിച്ചത്? അതാണ് ഒന്നാമത്തെ ചോദ്യം. ഭയങ്കര അർത്ഥകർത്തായ ചോദ്യമാണല്ലോ അതിൽ. സമസ്ത എന്ന ഒരു സംഘടന ഇവിടെ നിലവിലുണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഒരു സമസ്തയുടെ സെക്രട്ടറിയാണെന്ന് കൂട്ടുക, എന്നാൽ ആ സെക്രട്ടറിക്ക് വേറെ ഒരു സംഘടന ഒന്നും ഉണ്ടാക്കാൻ പാടില്ല എന്ന ലോജിക്ക് ഈ ഷണ്ടത്വം വിളമ്പുന്ന ഇദ്ദേഹത്തിന് ആര് പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്, ആശ്ചര്യപ്പെടുന്നത്. ഇത് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത്, നമ്മളെ നാട്ടിൽ 2 കല്യാണം കഴിച്ച ഒരാൾ പ്രശ്നമായപ്പോൾ മദ്യം പറയാമെന്ന ആൾ ചോദിച്ചു, 1-ാമത്തെ ഭാര്യ നിങ്ങളുടേതാണെങ്കിൽ 2-ാമത്തെ ഭാര്യയെ നിങ്ങൾ എന്തിനു വിവാഹം കഴിച്ചു എന്ന് അദ്ദേഹം ചോദിച്ചു. എന്നതുപോലെ ഉണ്ട്, 1-ാമത്തെ നിങ്ങളുടേതാണെങ്കിൽ പിന്നെ 2-ാമത്തെ എന്തിനു കല്യാണം കഴിച്ചു? അത് അനുമതി ഉണ്ടായതുകൊണ്ട് കഴിച്ചു എന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ മറുപടി പറയേണ്ട ആവശ്യമില്ല. എന്നതുപോലെ നിങ്ങൾക്ക് മൂത്ത മകൻ ഉണ്ടായിരിക്കെ 2-ാമത്തെ മകനെ നിങ്ങൾ എന്തിനു ഉൽപ്പാദിപ്പിച്ചു എന്ന് ചോദിച്ചതും പോലെയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിയും പ്രസിഡന്റാണ് ഞങ്ങൾ ആൾക്കാർ. ഉള്ളാൾ തങ്ങൾ പ്രസിഡന്റും AP ഉസ്താദ് ജനറൽ സെക്രട്ടറിയുമാണ്. അങ്ങനത്തെ ആൾക്ക് ലോകത്ത് ഒരു സംഘടനയിലും പിന്നെ പ്രവർത്തിക്കാൻ പാടില്ല, വേറൊരു സംഘടന ഉണ്ടാക്കാൻ പാടില്ല എന്നാണെങ്കിൽ ലോകത്തുള്ള ഒരുപാട് സംഘടന പിരിച്ചുകൊണ്ട് വരും. ആയിരക്കണക്കിന് സംഘടനകളുടെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെയാണ് അവരൊക്കെ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഗുട്ടൻസും അതിൻ്റെ പവറും ഗാംഭീര്യതയും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ.
നിങ്ങൾക്ക് ഒന്നാമത്തെ ഭാര്യയുണ്ട് എങ്കിൽ രണ്ടാമത് എന്തിന് നിങ്ങൾ കല്യാണം കഴിച്ചു? അനുമതി ഉണ്ടായതുകൊണ്ട് കഴിച്ചു, രണ്ടാമത് വേറെ സംഘം ഉണ്ടാക്കാൻ പറ്റിയത് കൊണ്ട് ഉണ്ടാക്കി എന്ന് മാത്രമാണ് ആനത്തല പോലുള്ള ചോദ്യത്തിന് ലഘുവായ മറുപടി. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് അദ്ദേഹത്തിന്റെ, വളരെ അദ്ദേഹത്തിന്റെ സഫാഹത്ത് ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന ലോക ചോദ്യം പോലെ അദ്ദേഹം കൊണ്ടുവന്ന് ആർക്കും അറിയാനായിട്ട്. കാരണം അങ്ങനെയാണല്ലോ അദ്ദേഹം ആ വേദിയുടെ പരിശുദ്ധിയും ലോകം കാണുന്നുണ്ട്. അങ്ങനെ അത്രമാത്രം ലോകത്ത് ആര് വന്നാലും മഹദീമാം വന്നാൽ പോലും മറുപടി പറയാൻ പറ്റൂല എന്ന് തോന്നും. അങ്ങനെ കൊടി സ്വീകരിക്കാനുള്ള ആളുണ്ടല്ലോ എന്ന് തോന്നും അദ്ദേഹത്തിന്റെ ആമുഖമൊക്കെ കൂടി കാണുമ്പോൾ. ഇത് യഥാർത്ഥത്തിൽ 2ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും മറുപടി പറയാൻ പറ്റുന്ന ചോദ്യമാണ്. ഇത് ചോദ്യമല്ലത്. ഒരു സംഘടന ഉണ്ടെങ്കിൽ മറ്റൊരു സംഘടന നിങ്ങൾ എന്തിനുണ്ടാക്കിയെന്നാണ് ചോദിച്ചത്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, 1990 106ാം നമ്പറായിക്കൊണ്ട് കോഴിക്കോട് രജിസ്റ്റർ ചെയ്ത ഈ സുന്നി ജമിയത്തുൽ ഉലമ ആ കമ്മിറ്റി ആയിട്ടാണ് സമസ്തയായി ഞങ്ങൾ പരിചയപ്പെടുത്തിയെന്നാണ്. അത് ഇദ്ദേഹത്തിന്റെ സഫാഹത്താണ്. ഞങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ ആൾക്കാരാണ്, പക്ഷെ ഞങ്ങൾ വേറൊരു കമ്മിറ്റിയും കൂടി ഉണ്ടാക്കി. അതിന് മുമ്പ് ഞങ്ങൾ വേറൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയോ? സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SKSSF എന്നൊരു സംഘടന നിങ്ങളുടെ സംഘടന ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് SSF ഉള്ളതിനോട് കൂടെ തന്നെ അങ്ങനെ പലതും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരാൾ എത്ര സംഘടന ഉണ്ടാക്കും? അപ്പം ഈ അർത്ഥഗർഭമല്ലാത്ത തനി ഷണ്ടത്തമായ ഒന്നാമത്തെ ചോദ്യം അങ്ങനെ പാളിപ്പോവുകയാണ്. അത് ആനത്തല പോലെയുള്ള ചോദ്യമാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളൊക്കെ തോന്നിയെങ്കിലും ബുദ്ധിയുള്ളവരുടെ മുമ്പിൽ നിഷ്പ്രഭമാണത്. അത് ഞാനീ പറഞ്ഞതുപോലെയാണ്. മൂത്ത മകൻ ഉണ്ടായിരിക്കുക, നിങ്ങൾക്ക് എന്തിനാ രണ്ടാമത്തെ മകന്? ഒന്നാമത്തെ ഭാര്യ നിങ്ങളുടേതാണെങ്കിൽ രണ്ടാമത്തെ ഭാര്യയെ നിങ്ങൾ എന്തിന് വിവാഹം കഴിച്ചു എന്നൊക്കെ ചോദിക്കുന്നത് പോലെയുള്ള ലോജിക്കില്ലാത്ത വിവരക്കേട് നേലിക്കുന്ന അദ്ദേഹം ഒരു ഡിഗ്രീൻ്റെ പേരിൽ അറിയപ്പെടുന്ന ആളായി എന്നത് എനിക്ക് വളരെ അപഹാസ്യമായി തോന്നുകയാണ്. കാരണം അങ്ങനത്തെ ആളുകളെ കുറിച്ച് മന്ദിക്കും മാനിക്കും ഓതിയിട്ടാണ് ആ ബിരുദം പാസ്സാകേണ്ടത്. ഇത് ആ ഭാഗത്തൊന്നും എത്തിയില്ലേ? അല്ലെങ്കിൽ സാധാരണ ഇതിലിപ്പോൾ ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഇല്ലാത്തത് കൊണ്ട് സമസ്തൻ്റെ വൈസ് പ്രസിഡന്റ് ഉണ്ടാകാൻ പറ്റാത്ത രീതിയിൽ നടക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ അവസ്ഥയാണോ എന്ന് തോന്നിപ്പോകും. ഏതായാലും ശരി, ആ വിഷയം നമുക്ക് വിടാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഗുട്ടൻസും ഭയങ്കര മഹത്വവും അതൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ ചോദിക്കുന്നത്, ഈ സംഘടനയുടെ 60ാം വാർഷികം 100ാം വാർഷികം ആരാണ് ആഘോഷിക്കുക? അത് ഞങ്ങൾ ആഘോഷിക്കും, അതുണ്ടാക്കിയത് ഞങ്ങളാണല്ലോ. അതിന് 60 വർഷം തികയട്ടെ. ഇപ്പം ഏകദേശം 30 ചില വർഷമല്ലായിട്ടുള്ളൂ. അതിൻ്റെ 60 വരുമ്പോൾ 60 ഒരു ഘടകമാണ്, അപ്പോൾ ആഘോഷിക്കും. അതുപോലെ 100ാം വാർഷികം വരുമ്പോൾ അപ്പോൾ ആഘോഷിക്കും. അപ്പോൾ ആരാണ് ആഘോഷിക്കുക? അതുണ്ടാക്കിയവർ തന്നെ ആഘോഷിക്കും. അപ്പോൾ ഈ രണ്ട് ചോദ്യം തമ്മിലുള്ള ബന്ധം ചിന്തിക്കുമ്പോഴാണ് ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാകാത്തത്. ഒരു സംഘടന അവിടെ ഉണ്ടാകുമ്പോൾ മറ്റൊരു സംഘടന ഉണ്ടാക്കി എന്നത് ഇന്ത്യൻ നിയമത്തിൽ തെറ്റില്ല, എവിടെയും തെറ്റില്ല. പിന്നെ അതിൻ്റെ വർഷം തികയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആഘോഷിക്കും. അപ്പോൾ എല്ലാ വർഷവും എല്ലാ സംഘടനക്കും ആഘോഷിക്കുന്നാലും 360 ദിവസവും ഇത് ആഘോഷിക്കാനേ നേരണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 60 100 ആവട്ടെ, അപ്പോൾ നമുക്കത് ആഘോഷിക്കാം എന്നാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി ഞങ്ങൾ SKSSFിൻ്റെ 100ാം വാർഷികം വരുമ്പോൾ ഞങ്ങളത് ആഘോഷിക്കും. നിങ്ങളെക്കാളും ഒരു വർഷത്തെ പഴക്കമുണ്ട് ഞങ്ങളുടെ SKSSFിന്. അപ്പോൾ അതും കൂടി അവിടെ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അതിൻ്റെ പ്രസിഡന്റ് ആര്, സെക്രട്ടറി ആര്? ഇപ്പോൾ ആരാണ് അതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി? അത് അദ്ദേഹം അതിനൊരു കണക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. 1990 അവിടെ കോഴിക്കോട് രജിസ്റ്റർ ചെയ്ത സംഘടനയാണ്, 106ാം നമ്പർ അടിസ്ഥാനത്തിലാണ് എന്ന് അദ്ദേഹം ഒരു വിവരാവകാശ സമിതിയോട് വിവരം തേടിയിട്ട് നേടിയെടുത്തിട്ടുണ്ടല്ലോ. കുറഞ്ഞ ഒരു ഫീസ് കൊടുത്തുകൊണ്ട് അത് അന്വേഷിച്ചാൽ എല്ലാ കൊല്ലവും അതിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ട്. ആ സംഘടന അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ സംഘടന എന്തിനു നിലനിൽക്കുന്നു എന്നുള്ളത് ശേഷം ഞാൻ പറയാം. അപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് ആരാണ്, സെക്രട്ടറി ആരാണെന്ന് ചോദിക്കേണ്ടത് ഈ സ്റ്റേജിൽ വന്നിട്ടല്ല. ആദ്യത്തിൻ്റെ നമ്പറും അതിൻ്റെ രജിസ്ട്രേഷൻ തീയതിയൊക്കെ നിങ്ങൾ കണ്ടെത്തിയല്ലോ. എന്നതുപോലെ അതിൻ്റെ ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുണ്ടല്ലോ ഈ ഓഫീസ്, വിവരാവകാശം ചോദിക്കാൻ പറ്റിയേ. അവിടെ പോയി ഒന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റും സെക്രട്ടറിയും ആരാണെന്ന് അറിയും. അത് ആരാണെന്ന് അറിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ചോദ്യം ഇതുമായി ലോജിക്ക് എന്താണ്? ആരെങ്കിലും ഒരാൾ പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ടുണ്ടാകും. പക്ഷെ അതിലിപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ്? ഇപ്പം നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് ആർക്കും തന്നെ മനസ്സിലാകുന്നില്ല. സമസ്തൻ്റെ അവകാശവാദം ഉള്ളവർക്ക് വേറൊരു സംഘടന ഉണ്ടാക്കാൻ പാടില്ല എന്നാണോ? അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ത്യയിലും ഇല്ല, മതത്തിലും ഇല്ല. അപ്പോൾ ആ ചോദ്യം വിടാതെ അതിൻ്റെ പൊട്ടത്തരം എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും അറിയാൻ നിർബന്ധമാണെങ്കിൽ അതിന് വിവരാവകാശത്തിന് അപേക്ഷിക്കാൻ കാശില്ലെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് ഗൂഗിൾ പേ ചെയ്തു തരാം എന്ന് അറിയിക്കുകയാണ്, ആവശ്യപ്പെടുകയാണെങ്കിൽ.
പിന്നെ അവകാശ തർക്കത്തിൻ്റെ പേരിൽ അവരെക്കുറിച്ച് വളരെ മോശമായി പറയുന്നു. നമ്മൾ ആരെക്കുറിച്ചും മോശമായി പറഞ്ഞിട്ടില്ലല്ലോ. സമസ്തയുടെ മിനിറ്റ്സ് ഷറൈദിയ കിതാബ് പോലെ നിങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരുടെ മുമ്പിൽ കാണിക്കാതെ കോടതിക്ക് കൊണ്ടുപോകാൻ പറ്റാതെ ആരെ ഏൽപ്പിച്ചതാണെന്ന് പറഞ്ഞല്ലോ. പക്ഷെ നിങ്ങൾ ആ ഷറൈദ് മിനിറ്റ്സ് ആയിട്ട് പൂട്ടി വെച്ച് പെട്ടിയിൽ നിന്ന് എടുക്കാൻ പറ്റൂല. കാരണം ഒരു വക്കീലിനെടുത്ത് കൊടുത്താൽ വിറ്റേഴ്സിനെ തള്ളു. അതുകൊണ്ടാണല്ലോ കേസിനൊന്നും പോകാത്തത്. എന്നാൽ അതിൻ്റെ അടിസ്ഥാന കൊടിയാകുന്ന അതിൻ്റെ ധ്വജം, അതിൻ്റെ അഡ്രസ്സാകുന്ന ധ്വജം ഇവിടെ ഞങ്ങളെ അടുത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഷറഹൈദ് മിനിറ്റ്സ് ആയിട്ട് നടക്കുക, പിന്നെ ഞങ്ങളെ കൊടിയുമായിട്ട് നടക്കാം എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അവസാനിച്ചല്ലോ. ഇനി ആനത്തലയുടെ വലിപ്പമുള്ള രണ്ടാമത്തെ ചോദ്യം. അതിന് മറുപടി പറഞ്ഞാൽ മതി. രണ്ടാമത്തെ ചോദ്യം, സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയുന്ന സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇവിടെ കയ്യിലുണ്ട്. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ഭരണഘടനയിൽ പറയുന്നു, ഈ സംഘത്തിന്റെ ആദർശപരമായ സംഘടനാപരമായ കടപ്പാട് 1990 106 നമ്പറായി കോഴിക്കോട് രജിസ്റ്റർ ചെയ്ത സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമയോട് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സംഘടന സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമയാണെന്ന് നിങ്ങളുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ ഭരണഘടനയിൽ പറയുന്നുണ്ടെങ്കിൽ ആ സുന്നി ജംഇയ്യത്തുൽ ഉലമ ഏതാണ്? ഏതിന്റെ കീഴ്ഘടകമാണ്? സമസ്തയുടെ കീഴ്ഘടകമാണോ സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകമാണോ? സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകമാണെങ്കിൽ സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ വാർഷികമല്ലേ നിങ്ങൾ ആഘോഷിക്കേണ്ടത്? സമസ്തയുടെ വാർഷികം ആഘോഷിക്കാൻ നിങ്ങൾക്ക് എന്താണ് അർഹത? സുന്നി വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ ബോർഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നു, അതിൻ്റെ കടപ്പാട് സുന്നി ജംഇയ്യത്തുൽ ഉലമയോടായിരിക്കും. 90 രജിസ്റ്റർ ചെയ്ത 106 നമ്പറിലുള്ള ആ സംഘടനയോടായിരിക്കും സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കടപ്പാട് എന്ന് എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് സമസ്തന 100ാം വാർഷികം ആഘോഷിക്കാൻ എന്താ അർഹത? ഇതിപ്പോൾ എന്താണ്, ഒലക്കയും പാന്തം ഏച്ചൂട്ടിയമായിരുന്നു പല ഉപമ പറയും എന്നതുപോലല്ലാതെ എന്തപ്പോൾ ഇതിൻ്റെ ലോജിക്ക് മനസ്സിലാകുന്നില്ല. സുന്നി വിദ്യാഭ്യാസ ബോർഡിന് എന്തിനാണ് ഇത് ഉണ്ടാക്കിയെന്ന് ചോദിച്ചല്ലോ. അത് ഇങ്ങനത്തെ ഉറപ്പുള്ള രീതിയിൽ എല്ലാ കാലത്തും മുന്നോട്ട് പോകാൻ വേണ്ടി അതിൻ്റെ പേരിൽ മദ്രസകളും ബോർഡുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സുന്നി ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത്. അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇങ്ങനത്തെ ഞങ്ങളുണ്ടാക്കിയ സ്ഥാപനമാകുന്ന 90-ന് ശേഷം ഞങ്ങളുണ്ടാക്കുന്ന മദ്രസകളും അതുപോലത്തെ സ്ഥാപനങ്ങളൊക്കെ അതിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യാൻ അതിന് മേൽനോട്ടം വഹിക്കാനുള്ള സംഘടനയാണ് ഒന്ന്. ഒരുപാട് പ്രവർത്തനങ്ങൾ വേറെയുണ്ട്, കേരളത്തിലുണ്ട്, കേന്ദ്രത്തിലുണ്ട്. അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ആനത്തല പോലുള്ള രണ്ടാമത്തെ ചോദ്യത്തിൻ്റെയും കുട്ടൻസ് പത്രമേ ഉള്ളൂ. ഇനി അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസ ബോർഡിനെ കുറിച്ച് പറയേണ്ടത്, അതിപ്പോൾ നിങ്ങളിപ്പോൾ സമസ്തൻ്റെ കീഴിലല്ല ഇത് രജിസ്റ്റർ ചെയ്തത്, സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലാണ് എന്ന് പറഞ്ഞപ്പോൾ സമസ്തൻ്റെ കീഴിലായിട്ട് നമ്മളെല്ലാവരും കൂടെ രജിസ്റ്റർ ചെയ്തിരുന്നു എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ ബോർഡുണ്ടല്ലോ, നമുക്ക് അവകാശപ്പെട്ട ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ്. ആ വിദ്യാഭ്യാസ ബോർഡിന് നിങ്ങളുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വല്ല അധികാരവുമുണ്ടോ? അത് പ്രത്യേക ട്രസ്റ്റായി മാറ്റിയിട്ടില്ലേ? എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിൻ്റെ അവസാന കൈകാര്യം നിങ്ങൾക്ക് ആ ബേജാറാതാണല്ലോ. നമ്മൾ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ അവസാന വാക്ക് സുന്നി ജംഇയ്യത്തുൽ ഉലമ കാണി എന്ന് പറഞ്ഞതുപോലെ ആ അധികാരം പോലും നിങ്ങളുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ കാര്യത്തിൽ, നിങ്ങളുടേതല്ല, നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ കൂട്ടസ്വത്തായ വിദ്യാഭ്യാസ ബോർഡിൻ്റെ കാര്യത്തിൽ സമസ്തക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇടപെടാൻ പറ്റുമോ? അത് ട്രസ്റ്റാക്കി നിങ്ങൾ മാറ്റിയിട്ടില്ലേ ഈ സമൂഹത്തെ വഞ്ചിച്ചുകൊണ്ട്? അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ പ്രശ്നമാണ് അവിടെ പരിഹരിക്കേണ്ടത്. ഞങ്ങളുടെ വിദ്യാഭ്യാസ ബോർഡ് ഞങ്ങളുണ്ടാക്കി 90-ന് ശേഷം അത് ഞങ്ങളുണ്ടാക്കിയ സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ ഞങ്ങൾ സംരക്ഷിച്ചു പോരുന്നു. എല്ലാവരും കൂടി ഉണ്ടാക്കിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഞങ്ങളുടേതാണ് താനും. അതേസമയം അതിൻ്റെ കീഘടകമായ 1-2 നിങ്ങൾ തട്ടിയെടുത്തു. അതിൽപ്പെട്ട ഒന്നാണ് വിദ്യാഭ്യാസ ബോർഡ്. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ അതൊക്കെ സുന്നികളുടെ കരങ്ങളിലേക്ക് തിരിച്ചെത്തുമെന്ന കാര്യത്തിൽ, യഥാർത്ഥ അവകാശികളിലേക്ക് തിരിച്ചെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ കൂടുതലായിട്ട് നമ്മൾ ഇടപെടുന്നില്ല, കാരണം നമുക്ക് എല്ലാം ഉള്ള സ്ഥാപനങ്ങളെ നടത്തിക്കൊണ്ടുപോകാൻ സമയമില്ലാത്ത അവസ്ഥയാണ് ഉള്ളത് എന്നതുകൊണ്ട് മാത്രം. ഏതായാലും അതിനെ നിങ്ങൾ സമസ്തയുടെ കീഘടകമായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് എങ്കിലും നിങ്ങൾ വഞ്ചനാപരമായി അത് ട്രസ്റ്റാക്കി മാറ്റിയിട്ടുണ്ട്. മൂന്നാമത്, അപ്പോൾ 2 ചോദ്യം എന്ന് പറഞ്ഞാണ്, മൂന്നാമത്തെ ചോദ്യത്തിലേക്കും കൂടി അദ്ദേഹം അങ്ങോട്ട് ചിതറിപ്പോയി. എൻ്റെ മൂന്നാമത്തെ ഒരു ചോദ്യം കൂടുണ്ട്, ആ ചോദ്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിച്ചോളാം.
ആ ചോദ്യം ഇതാണ്: സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ 100-ാം വാർഷികം നിങ്ങളാണ് ആഘോഷിക്കുന്നതെങ്കിൽ 1934 നവംബർ 12-ാം തീയതി കോഴിക്കോട് രജിസ്റ്റർ ഓഫീസിൽ 1-ാം നമ്പർ രജിസ്റ്റർ ചെയ്ത സംഘടനയുടെ 100-ാം വാർഷികമാണ് നിങ്ങൾ ആഘോഷിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു സംഘടനക്ക്, നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ ഭരണഘടന തയ്യാറാക്കുന്ന സമയത്ത് ഈ സ്ഥാപനത്തിൻ്റെ ഭരണഘടന പ്രകാരം 1934 നവംബർ 12-ന് 1-ാം നമ്പർ രജിസ്റ്റർ ചെയ്ത സമസ്ത കേരള ജംഇയ്യത്തുലമയോടാണ് ഇതിൻ്റെ മുഴുവൻ കടപ്പാടും, ഇതിൻ്റെ സ്വത്തുവകകൾ മുഴുവനും മടങ്ങുന്നത് ആ സമസ്തയിലേക്കാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്ത രേഖ കാണിച്ചു തരാൻ നിങ്ങൾക്ക് ചങ്കുറപ്പുണ്ടോ? ഇനി അതല്ല, ഇപ്പോഴെങ്കിലും നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഏതെങ്കിലും ഒരു മദ്രസക്ക്, ഏതെങ്കിലും ഒരു പള്ളിക്ക്, ഏതെങ്കിലും ഒരു സെന്ററിന്, ഏതെങ്കിലും ഒരു സംഘത്തിന് നിങ്ങൾ ഭരണഘടന തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ പരമാധികാരി, ഇത് സ്വത്തുവകകൾ തർക്കം വന്നാൽ ഇതിൻ്റെ മടങ്ങൽ, ഇതിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട ആദർശത്തിൻ്റെ പ്രതിബദ്ധത, അത് 1934 നവംബർ 12-ന് രജിസ്റ്റർ ചെയ്ത 1-ാം നമ്പർ രജിസ്റ്റർ ചെയ്ത വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട ബാങ്ക് ഉസ്താദ് ജനറൽ സെക്രട്ടറിയായ ആ സംഘത്തോടാണ് ഇതിന്റെ പൂർണ്ണാധികാരം എന്ന് നിങ്ങളുടെ ഭരണഘടനയിൽ ഏതെങ്കിലും ഒന്ന് ഇനിയെങ്കിലും എഴുതി വെക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. മൂന്നാമത് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, സ്ഥാപനങ്ങൾ സമസ്തക്ക് കീഴിൽ നിങ്ങൾ ഏതെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ ചോദിക്കേണ്ടത് നിങ്ങൾക്ക് സമസ്തയുടെ 100-ാം വാർഷികം ആഘോഷിക്കാൻ അർഹതയുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനങ്ങളൊക്കെ സമസ്തക്ക് കീഴിലല്ലേ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ലോകത്ത് ഏതെങ്കിലും ഒരു ബൈലുണ്ടോ? നമ്മളൊരു സംഘടന ഉണ്ടാക്കി, ഒരു പണ്ഡിത സംഘടന ആയാലും എന്ത് സംഘടനയായാലും നമ്മളുണ്ടാക്കുന്ന എല്ലാ പരിപാടികളും, നമുക്കുണ്ടാകുന്ന കുട്ടികളും മക്കളും പെണ്ണുങ്ങളും ഒക്കെ അതിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യണം, സ്ഥാപനങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ നിയമമുണ്ടോ? അതില്ല. അത് നമ്മളുണ്ടാക്കി, അത് നമുക്കിഷ്ടമുള്ള സ്ഥാപനത്തിൻ്റെ പേരിലോ മറ്റോ രജിസ്റ്റർ ചെയ്യും, അല്ലെങ്കിൽ സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്യും. ഇത് ചോദിക്കാൻ എന്താണ്, ഇതെന്താണ് ഇപ്പോൾ ഇതായിട്ട് ബന്ധമുള്ളതെന്ന് മനസ്സിലാക്കി. ഈ 3 ചോദ്യം ആനത്തല പോലെ അദ്ദേഹത്തിന് തോന്നുമെങ്കിലും 3ഉം പൊട്ടന്മാരുടെ പൊട്ടത്തരത്തിൻ്റെ മണ്ടത്തരത്തിൻ്റെ അങ്ങേ അറ്റത്തെ ചോദ്യങ്ങളാണ്. സ്ഥാപനങ്ങൾ സമസ്തയ്ക്ക് കീഴിലുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥാപനങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയതാണല്ലോ, അത് ഏതിൻ്റെ കീഴിലാക്കാം. ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു സ്ഥാപനം സമസ്തക്കാരായ ഞങ്ങൾ സമസ്തൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് എന്താ പ്രശ്നമുള്ളത്? മതപരമായിട്ട് പ്രശ്നമുണ്ടോ? ഭൗതികമായിട്ട് പ്രശ്നമുണ്ടോ? ഒന്നുമില്ലല്ലോ. അത് ഞങ്ങൾ ഇഷ്ടമാണ്. ഞങ്ങളുടെ വീട്ടിലുള്ള കോഴി അത് അറുക്കണോ അറുക്കണ്ടേ എന്ന് തീരുമാനിക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ടല്ലോ. ഞങ്ങളുണ്ടാക്കിയ സ്ഥാപനം അത് എവിടെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് ഞങ്ങളെ ചോദ്യം ചെയ്യാനും നിങ്ങൾ ആര് വിട്ടു? നിങ്ങൾക്ക് എന്താ അധികാരം? അതാണ് അങ്ങോട്ട് തിരിച്ചു ചോദിക്കാനുള്ളത്. പിന്നെ ഞങ്ങൾക്ക് സമസ്തൻ്റെ കീഴിൽ എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്തില്ല, ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അത് നമുക്ക് നല്ല മറുപടി ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ചോദ്യം അതല്ല. ഏതായാലും ശരി, നിങ്ങൾക്ക് ഇനി അത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ മറുപടി മുൻകൂറായി പറയാം. സമസ്തൻ്റെ കീഴിൽ ഇങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു ഒഴിയാബാധയുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സമസ്തയിൽ പലരുണ്ട്, നിങ്ങളെപ്പോലത്തെ പലരുടെയും സ്വാധീനം അതിലുണ്ടല്ലോ. അതുകൊണ്ട് അതിനൊരു ഒഴിയാബാധയുണ്ട്. സമസ്തയുടെ ഏക സ്ഥാപനമായിരുന്നു ജാമിയ. ആ ജാമിയയിൽ സമസ്തയുടെ ജനറൽ സെക്രട്ടറിക്ക് സമസ്തയുടെ ഏക കോളേജിൽ പ്രിൻസിപ്പാളായി തുടരാൻ കഴിയുന്നില്ല. അതെന്താണ്? ഒരു ഒഴിയാബാധയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സമസ്ത ഞങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഈ പൂർണ്ണമായിട്ടും അതിൻ്റെ മിനിറ്റ്സും കൂടി ഉള്ളത് എങ്കിൽ തന്നെയും ഞങ്ങൾക്ക് സമസ്തൻ്റെ കീഴിൽ അത് രജിസ്റ്റർ ചെയ്യുന്നതിന് താല്പര്യക്കുറവുണ്ട് എന്നാണ് അറിയിക്കാനുള്ളത്. കാരണം എന്താണ്? സമസ്തൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തതായ ആ ജാമ്യയിൽ എന്തെങ്കിലും പരിപാടി നടത്തണമെങ്കിൽ അവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ പോയി ക്യൂ നിന്നിട്ട് അനുമതി വാങ്ങണം. അവർക്ക് ഇഷ്ടമില്ലാത്തത് എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്ത ആളുകൾ അവിടുത്തെ ഒരു പരിപാടിയിലും പങ്കെടുക്കുകയില്ല. അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മതവിരുദ്ധമായ പരിപാടികൾ ചൂണ്ടിക്കാണിച്ചാൽ ശംസുലുലമ ആയാലും ഔട്ടാണ്, സെക്രട്ടറി ആയാലും ഔട്ടാണ്. സമസ്തൻ്റെ കോളേജിൽ നിന്ന് സമസ്തയുടെ ജനറൽ സെക്രട്ടറി ഔട്ട്. എന്തിനാണ് ജാമിയെ സമസ്തൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഇത്ര ആനത്തൊല പോലുള്ള ചോദ്യം ചോദിച്ചല്ലോ? എന്താണ് അതുകൊണ്ട് കാര്യം ഉണ്ടായത്? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലതും ഉണ്ട്. കാരണം അത് ലീഗിന് നിരങ്ങാൻ പറ്റുന്ന, രാഷ്ട്രീയ പാർട്ടിക്ക് നിരങ്ങാൻ പറ്റുന്ന ഒരു കൂത്തരങ്ങായി മാറും എന്നൊരു ആശങ്ക. അത് കാരണം എന്താ? നിങ്ങളെപ്പോലത്തെ അവരെ അകാരണമായി യാതൊന്നും കൂടാതെ അന്ധമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടായതുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കും, അത് ഒഴിയാബാധയായിരിക്കും. അതുകൊണ്ട് സമസ്തൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അങ്ങനെ ചെയ്യണം നിർബന്ധമില്ല. ചെയ്ത ഒന്നുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കുടുങ്ങി, പ്രത്യേകിച്ച് നിങ്ങൾ കുടുങ്ങി. നിങ്ങളാണല്ലോ അപ്പോൾ അതിൻ്റെ അവകാശികളാണ്, ജാമ്യൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട്
ജാമിയൻ്റെ സമ്മേളനം നടത്തുമ്പോൾ ലീഗിൻ്റെ MLA-യും MP-യും മന്ത്രിയും കാണാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലീഗിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ കാണാത്തവരുണ്ടെങ്കിൽ ആ സമ്മേളനത്തിന് പോയാൽ മതി. അത്രമാത്രം ലീഗ് കുമിഞ്ഞുകൂടുന്ന ഒരു പരിപാടിയാക്കി സമസ്തയുടെ സ്ഥാപനത്തിനെ മാറ്റി. അത് തന്നെ രജിസ്റ്റർ ചെയ്തതിൻ്റെ ഫലം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സമസ്തൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യാത്തതെന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരു ബിമ്മിട്ടുണ്ട്. അതിപ്പോൾ ഞങ്ങളെ എടുത്താണെങ്കിൽ മിനിറ്റ്സ് അത് മാത്രമേ ഞങ്ങൾക്ക് കിട്ടാൻ ബാക്കിയുള്ളൂ. ആ മിനിറ്റ്സ് എങ്കിൽ പോലും സമസ്തൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യക്കുറവുണ്ട്. ഞങ്ങൾക്ക് അതിന് പല സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് സമസ്ത കാര്യക്ഷമമായി പ്രവർത്തിക്കുമ്പോൾ സമസ്തയുടെ ജനറൽ സെക്രട്ടറി പ്രസിഡന്റും സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി അതിൻ്റെ ജനറൽ സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്ന മർക്കസു സക്കാഫത്തി സുന്നിയ ഇതിന് മുമ്പൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കണമല്ലോ. അന്നും അത് സമസ്തൻ്റെ കീഴിലല്ലല്ലോ. അതൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിയുള്ള മാതിരി ചെയ്യും. അപ്പോൾ അതെന്തിനു വേണ്ടി ചെയ്തില്ല എന്നെങ്കിൽ 100-ാം വാർഷികവുമായി ഇതിന് എന്ത് ബന്ധം എന്നുള്ളതാണ്. അപ്പോൾ ഈ ബന്ധം കണ്ടെത്തിയ ഈ വജ്ഹു ശബഹ് എന്ന് പറയും, നിങ്ങളൊക്കെ ഓദിക്കണം എന്നറിയില്ല. ആ ശബഹ് എന്താണ് ഇതിൽ എന്ന് മനസ്സിലായില്ല. ഇതൊക്കെ ഇങ്ങനെ ചെയ്താലേ 100-ാം വാർഷികം ആഘോഷിക്കാൻ പറ്റുള്ളൂ എന്നൊരു ഇതുണ്ടാവും. അതില്ലല്ലോ. അത് നിങ്ങൾ എവിടുന്ന് കണ്ടെത്തുക എന്നുള്ളത് നിങ്ങൾ സ്വകാര്യമായിട്ടെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉപകാരമായിരിക്കും എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ആദ്യം നിങ്ങൾ നമ്മുടെ ആധാരങ്ങളും അതുപോലെ ഈ നമ്മുടെ മദ്രസകളൊക്കെ സമസ്തൻ്റെ കീഴിലാണോ അല്ലേ എന്ന് വിലപിച്ച് ചോദിക്കുന്നതിന് മുമ്പ് ജാമ്യയുടെ ആധാരം നിങ്ങളുടെ കീഴിലാണോ, നിങ്ങൾ അവകാശപ്പെടുന്ന ഒരു സമസ്ത ഉണ്ടല്ലോ അതിൻ്റെ കീഴിലാണോ എന്ന് ഒന്ന് പരിശോധിച്ച് അതൊന്ന് തട്ടിക്കുടഞ്ഞെടുത്ത് നിങ്ങളുടെ സ്വന്തമാക്കാൻ നോക്കുക. എന്നിട്ട് മതി ഈ അവകാശവാദങ്ങളൊക്കെ എന്നാണ് നിങ്ങളോട് അങ്ങോട്ട് തിരിച്ചു പറയാനുള്ളത്. ആകെ നിങ്ങൾ തന്നെ സമസ്തൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് നമ്മളെല്ലാവരും കൂടി ചെയ്തു. അതിപ്പോൾ നിങ്ങൾ അവകാശപ്പെട്ടാണ് നിങ്ങൾ തന്നെ കുടുങ്ങിക്കാണ്, നിങ്ങൾക്ക് തന്നെ അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നില്ല ഈ സകലഗുലാബി രീതിയിൽ നിൽക്കുന്ന ഒരു സമസ്തൻ്റെ കീഴിൽ എന്ന് ചോദിച്ചാൽ മറുപടി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് സ്വതന്ത്രമായ അസ്തിത്വമുള്ള ഒരു സ്വതന്ത്രമായ ജമിയത്തുൽ ഉലമയുടെ കീഴിൽ ഞങ്ങളുടെ മദ്രസകളാക്കിയത്. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കിയ മദ്രസ ഒന്നിരിക്കൽ അതിൻ്റെ തോതനുസരിച്ച് ഞങ്ങൾക്ക് തരേണ്ടി വരും ആ വിദ്യാഭ്യാസ ബോർഡ്, അല്ലെങ്കിൽ മുഴുവനും സമസ്തയുടെ കീഴിലായിട്ട് അത് നിങ്ങൾക്ക് കൈമാറേണ്ടി വരും. ഇൻഷാ അല്ലാഹ് സത്യം വിജയിക്കുന്നൊരു നാൾ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇവരുടെ പരാതി 100-ാം വാർഷികം നിങ്ങൾ എങ്ങനെ ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അവരോട് ഇങ്ങനെ ചോദിക്കും 100 വർഷം ഇങ്ങനെ അതിൽ ആയിക്കൊണ്ടിരുന്നാലേ പറ്റുള്ളൂ എന്ന് വാശി പിടിക്കുന്നവരാണല്ലോ നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളതിൻ്റെ ആൾക്കാരാണ്. കാരണം മുല്ലക്കോയത്തങ്ങൾ ഉണ്ടാക്കിയ ആ ആദർശത്തിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങളുടെ ഒരു വൈസ് പ്രസിഡന്റും വഹാബിക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാൻ പോയിട്ടില്ല, അവരെ സന്ദർശിക്കാൻ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള പരിശുദ്ധിയോടെ നിലനിർത്തുന്ന ഞങ്ങളാണ് അതിൻ്റെ ആദർശത്തിൻ്റെ ആളുകൾ. ആദർശത്തിലാണല്ലോ നമ്മൾ സംഘടന ഉണ്ടാക്കിയത് തന്നെ. പിന്നെ പേരിൻ്റെ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലല്ലോ. അതിന് സുന്നി ജമിയത്തുൽ ഉലമ ആക്കിയാലും വേണ്ടിയില്ല, എന്താക്കിയാലും വേണ്ടിയില്ല. സമസ്ത ഞങ്ങളുടേതാണ്. പക്ഷെ ഞങ്ങൾക്ക് വേറെ സംഘടനയുണ്ട്. ഈ സമസ്തേനെ വന്നത് എങ്ങനെ നിങ്ങൾക്കറിയാലോ. ആദ്യം കേരള ജമിയത്തുൽ ഉലമ എന്ന് പേരിട്ടു, പിന്നീട് ആ പേരിൽ വഹാബികൾ ഒരു സംഘടന രജിസ്റ്റർ ചെയ്തു. കേസായ സമയത്താണ് അത് പരിഹരിക്കാനാണ് സമസ്ത എന്നാക്കിയത്. ഇങ്ങനെയുള്ള എല്ലാ മറ്റേ കൂടോത്രങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അപ്പുറത്ത് വേറൊരു സംഘടന സ്വതന്ത്രമായി നിർത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ കീഴിൽ നല്ല പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഞങ്ങൾ സമസ്തക്കാരാണ്. സമസ്ത ഞങ്ങളുടെ അടിസ്ഥാന സംഘടനയാണ്. അതാണ് ഞങ്ങളുടെ മാതൃകയായിട്ട് ഞങ്ങൾ പിൻപറ്റുന്നത്. അത് നിങ്ങളെ കൊണ്ടടക്കുന്ന അതിനല്ല, അതിൻ്റെ അസുലിയായ രൂപത്തെ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ അസുലും അതിൻ്റെ മിനിറ്റ്സും കൊടി നിങ്ങളെ കൊണ്ട് തരിപ്പിച്ചതുപോലെ മിനിറ്റ്സും ഞങ്ങൾ തിരിച്ചു വാങ്ങും എന്ന് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ഇതോടുകൂടെ ചോദിക്കാനുള്ളത്, നിങ്ങളെ 90-ൽ ഒരു SYS ഉണ്ടാക്കിയിട്ടുണ്ട്. ആ SYSൻ്റെ 25 വർഷം പിന്നിട്ടപ്പോൾ അതിൻ്റെ 60-ാം വാർഷികം നിങ്ങൾ ആഘോഷിച്ചിട്ടുണ്ട്. അതിൻ്റെ ലോജിക്ക് എന്താ? 100 തികഞ്ഞാൽ 100 ആഘോഷിക്കാൻ പറ്റുമെന്നുള്ള വാശിയുള്ളവരോണ്ടാണ് ഞാൻ ചോദിക്കേണ്ടത്. അങ്ങനെ വാശി പിടിക്കൽ ആവശ്യം തന്നെയാണ്. ഞങ്ങളതുകൊണ്ടാണല്ലോ ആ 100 വർഷത്തെ ആദർശത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ കഴിഞ്ഞത്. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ആഘോഷിച്ചെന്ന് മനസ്സിലായില്ല. SYS എന്നുള്ളത് സമസ്തൻ്റെ ഒരു കീഴ്ഘടകമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. 2 SYS ഒരു സമസ്തൻ്റെ കീഴിൽ കീഴ്ഘടകമാവോ? അതില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ സമസ്തയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തതായി നിങ്ങളുടെ SYSൻ്റെ രേഖ കാണിക്കൂ. രേഖ നമുക്കും ചോദിക്കുമല്ലോ, നിങ്ങൾ ചോദിക്കുന്നത് പോലെ. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ രേഖ കാണിക്കുക. അങ്ങനെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് രേഖ കാണിക്കുമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് SYSൻ്റെ കീഴിലുള്ള സുന്നി സംഘത്തിൻ്റെ കീഴിലുള്ള മർക്കസ് തിരിച്ചു പിടിക്കാൻ വിറ്റേന്ന് തന്നെ വന്നുകൂടാ? അപ്പോൾ അതൊന്നും നിങ്ങളൊക്കെ ഒന്ന് കാണുന്നില്ല. ആ രജിസ്ട്രേഷന് വേണ്ടി ഇനി അവകാശവാദം ചോദിക്കുന്നുമില്ല. അപ്പോൾ ഇതിലെന്തോ ഒരു പന്തികേടുണ്ടല്ലോ. അപ്പോൾ ആഘോഷിക്കുമ്പോൾ വർഷത്തിൻ്റെയും ഡേറ്റിൻ്റെയൊക്കെ കണക്ക് നിങ്ങളും ചിന്തിക്കണമെന്നാണ് പറയാനുള്ളത്. ഞങ്ങൾ ചിന്തിക്കുന്നത് ആദർശത്തിൽ അടിസ്ഥാനമായ
ജനറൽ ബോഡി അടിസ്ഥാനത്തിലുള്ള ഭരണഘടനാ അടിസ്ഥാനത്തിലുള്ള ഒരു സംസ്ഥയുടെ 100ാം വാർഷികമാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. 18 വർഷം ജനറൽ ബോഡി വിളിക്കാതെ നീട്ടിക്കൊണ്ടുപോയി ഇപ്പോഴും ജനറൽ ബോഡി വിളിക്കാതെ നിങ്ങൾക്ക് തോന്നിയ രീതിയിൽ കുത്തിത്തിരികെ ഒരു സംഘടനയുണ്ടാക്കി ഇതാണ് സമസ്ത എന്ന് പറയുന്നുവെങ്കിൽ അതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടതും നിങ്ങളുടെ 100നെയാണ് ഇവിടെ അന്വേഷിക്കപ്പെടേണ്ടതുമെന്നാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങളുടെ വളാഞ്ചേരി മർക്കസ്, അതുപോലെ നിങ്ങളുടെ അക്കാദമി, ഇങ്ങനെ എത്ര സ്ഥാപനങ്ങൾ നിങ്ങൾ മുമ്പും ശേഷമായിട്ടുണ്ടാക്കി, എന്തേ ഒന്നും സമസ്തൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യാതിരുന്നത്? ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കണം, അങ്ങോട്ട് ഒരുപാടുണ്ട്. ഞങ്ങൾക്കത് താല്പര്യമില്ല ജാമ്യൻ്റെ കഥ കൊണ്ട് തന്നെ. കാരണം ജാമ്യയാക്കി തന്നത്, അത് സുന്നികൾക്ക് കൈമാറി തന്നത് ഇ കെ അബൂബക്കർ മുസ്ലിയാരാണ്. അദ്ദേഹം സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെയുള്ള ആ ജനറൽ സെക്രട്ടറിയെ സമസ്തയുടെ ഏക കോളേജിൽ നിന്നും പടിയടച്ച് പിണ്ടം വെച്ചവരാണ് നിങ്ങൾ. അപ്പം അങ്ങനത്തെ ദുർഗതി പലപ്പോഴും ഈ സമസ്തക്ക് ഒരു ഒഴിയാബാധയായിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കീഴിൽ പലതും നമ്മൾ നടത്തൂല. അതൊക്കെ നടത്താൻ എപ്പോഴും ആജ്ഞാശേഷിയുള്ള ഒരു കളങ്കമില്ലാത്ത സുന്നി ജമിയത്തുൽ ഉലമ ഇവിടെ ഉണ്ട്. അതേസമയം നമ്മൾ സമസ്ത ജമിയത്തുൽ ഉലമയുടെ ആളുകളാണ് താനും. അവർക്ക് വേറെ സംഘടനയിൽ പ്രവർത്തിച്ചുകൂടാന്ന് പ്രശ്നമില്ലല്ലോ. ഒരു ഭാര്യ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഭാര്യ ഉണ്ടാകണമെങ്കിൽ കുഴപ്പമില്ലല്ലോ. അല്ലെങ്കിൽ ഒന്നാം ഭാര്യ നിങ്ങളുടേതാണെന്ന് അംഗീകരിച്ചാൽ രണ്ടാം ഭാര്യ എന്തിന് നിങ്ങൾ കല്യാണം കഴിച്ചു എന്ന് ചോദിക്കുന്ന അർത്ഥരഹിതമായ ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ. മൂത്ത മകൻ ഉണ്ടാകുമ്പോൾ രണ്ടാമത് എന്തിനാ നിങ്ങൾക്ക് മകനെന്ന് ചോദിക്കാൻ ബുദ്ധിയുള്ളവർ തയ്യാറാവില്ലല്ലോ. അപ്പം ഇതാണ് അതിനെക്കുറിച്ച് അവസാനമായി പറയാനുള്ളത്. നിങ്ങളുടെ ആനത്തല പോലെയുള്ള ചോദ്യം ഷണ്ടത്വമാണ്, വിഡ്ഢിത്തമാണ്. നിങ്ങളെപ്പോലെ ഉള്ള ഒരാൾ തന്നെയാണ് ഈ ചോദ്യം ചോദിക്കേണ്ടതെന്നാണ് അവസാനം മനസ്സിലാകുന്നത്. ഏതായാലും ശരി, എല്ലാവർക്കും ഒരു തിരിച്ചറിവ് അള്ളാഹു നൽകട്ടെ. ആമീൻ.